ടാറ്റ ഉപ്പ് എങ്ങനെയാണ് ഇന്ത്യയിലെ നമ്പർ 1 ഉപ്പായി മാറിയത്? അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കണ്ടോ, അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തോ. 1980കളിൽ നമ്മുടെ രാജ്യത്തെ പലരെയും ബാധിച്ച ഒരു പ്രശ്നമാണ് ഗോയിറ്റർ എന്നത്. അയോഡിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ഈ അസുഖം ഉണ്ടാകുന്നത്. അന്നത്തെ ഭൂരിഭാഗം ആളുകളും റോഡ് സൈഡിൽ കിട്ടിയിരുന്ന വില കുറഞ്ഞ ക്വാളിറ്റി ഇല്ലാത്ത ഉപ്പായിരുന്നു വാങ്ങിയിരുന്നത്. അത് ഹൈജീനിക് അല്ലായിരുന്നു, അയഡിൻ കണ്ടന്റ് കുറവുമായിരുന്നു. ഈ ഒരു പ്രോബ്ലം മനസ്സിലാക്കി 1983 ടാറ്റ ആദ്യമായി അയഡിൻ കണ്ടന്റ് ഉള്ള റിഫൈൻഡും ഹൈജീനിക്കുമായ പാക്കറ്റ് ഉപ്പ് പുറത്തിറക്കി. പക്ഷെ അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല. മാർക്കറ്റിൽ ടാറ്റ സോൾട്ട് ഫെയിൽ ആകുകയാണ് ചെയ്തത്. കാരണം അന്ന് ജനങ്ങൾക്ക് ഉപ്പ് എന്നത് ഭക്ഷണത്തിന് ടേസ്റ്റ് കൂടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം മാത്രമായിരുന്നു. അവർ ഹൈജീനോ അയഡിൻ കണ്ടന്റോ ഒന്നും അവിടെ നോക്കിയില്ല. മറിച്ച് മാർക്കറ്റിൽ ഏതാണോ വില കുറഞ്ഞ ഉപ്പ് അതായിരുന്നു വാങ്ങിയിരുന്നത്. ആളുകളുടെ ഈ ഒരു മെന്റാലിറ്റി മാറ്റാൻ ടാറ്റ തീരുമാനിക്കുകയാണ്. അവർ ഗ്രാമങ്ങളിലും സ്കൂളുകളിലും ആരോഗ്യ കേന്ദ്രങ്ങളിലും പോയി അയോഡിന്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞ് ആളുകളെ ബോധവൽക്കരിക്കുകയാണ്. ഈ ഒരു സ്ട്രാറ്റജി വർക്കാകുകയും ആളുകളുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആകുകയാണ്. ഏതെങ്കിലും ഉപ്പ് വാങ്ങിച്ചിരുന്ന ആളുകൾ ഹെൽത്ത് ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്ത് ഉപ്പ് വാങ്ങാൻ തുടങ്ങി. അതിനുശേഷം ടാറ്റ സോൾട്ട് പുറത്തിറക്കിയ പരസ്യങ്ങളും വളരെ സ്പെസിഫിക് ആയിരുന്നു. ദേശ് കാ നമ്പർ 1 നമക്, ദേശ് കാ സെഹത്, ദേശ് കാ നമക് എന്നുള്ള ടാഗ്ലൈനിലൂടെ ടാറ്റ സോൾട്ട് രാജ്യത്തിന്റെ ഒരു ഭാഗമായ പ്രൊഡക്റ്റ് ആണെന്ന് ആളുകളിലേക്ക് പൊസിഷൻ ചെയ്യാൻ സാധിച്ചു. ഇതുപോലുള്ള വീഡിയോസിനായി ഈ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.